Today we are going to learn 9th Standard Geography Chapter 1 ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മണ്ണിനെ കുറിച്ചാണ് പഠിച്ചു നിർത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്യജാലങ്ങളെ കുറിച്ചാണ്. അതായത് ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഓരോന്നിന്റെ അതായത് ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം എന്ത് ചെയ്യുന്നു? ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിലൊക്കെ പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. കിഴക്കൻ ഹിമാലയത്തിലും അതുപോലെ വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ എത്രയാണ്? 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഇവിടെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എന്ത് ചെയ്യുന്നു? കൂടുതലായി കാണപ്പെടും. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായി കാണപ്പെടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ, ചിലപ്പോൾ അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ എങ്ങനെ ആയിരിക്കും എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെയാണ്? 200 സെന്റിമീറ്ററിന് മുകളിലായാണ് ഇവിടെ മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയായിരിക്കും? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കൂടുതലായി ഇവിടെ കാണപ്പെടുന്നു. അതായത് 200 സെന്റിമീറ്ററിന് മുകളിലായി മഴ ലഭിക്കുന്നത് കൊണ്ടാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഇവിടെ കൂടുതലായി കാണപ്പെടുന്നതെന്ന് ഓർത്തുവെക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. അതായത് ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഊഷ്മാവ് കുറയുന്നു. അതുകൊണ്ട് ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളിലെ സസ്യജാലങ്ങൾ അനുസൃതമായ മാറ്റം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം. ഉയരത്തിനനുസരിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സസ്യജാലങ്ങളായ തുന്ദ്ര എന്ന് പറയുന്നത് ഈ ഹിമാലയത്തിന്റെ ഒരു സവിശേഷത തന്നെയാണ്. ഇവിടെ നിത്യഹരിത വനങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഓക്കെ. അതുപോലെ തന്നെ താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും എങ്ങനെയുള്ളതാണ്? അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. കാരണം 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് താഴ്വരകളിലും അതുപോലെ തന്നെ പർവ്വത ചരിവുകൾ എങ്ങനെയുള്ള ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടാനുള്ള കാരണം. അതുപോലെ തന്നെ പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചരിവുകളിൽ കൂടുതലായി കാണപ്പെടുന്നു. അപ്പൊ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ ഹിമാലയത്തിൽ ഏതൊക്കെയാണ് കാണപ്പെടുന്നത്? പൈനും അതുപോലെ തന്നെ ദേവദാരു. ഏതൊക്കെയാണ്? പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്ന് ഓർത്തുവെക്കുക. ഇതാണ് സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ്. ഏതൊക്കെ? പൈൻ, ദേവദാരു. അതുപോലെ തന്നെ പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. അപ്പം ഉയരം കുറഞ്ഞ സസ്യങ്ങൾ ഏതൊക്കെയാണ്? പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങൾ ഏതൊക്കെയാണ് അവിടെ ഉള്ളത്? ജൂനിപ്പറും അതുപോലെ തന്നെ റോഡോഡെൻഡ്രോണും. അതാണ് ഈ രണ്ട് ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് ജൂനിപ്പറും അതുപോലെ തന്നെ ഏതാണ്? റോഡോഡെൻഡ്രോൺ. ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പുൽമേടുകളെ അറിയപ്പെടുന്ന പേരാണ് ആൽപൈൻ പുൽമേടുകൾ. ഏതാണ്? ആൽപൈൻ പുൽമേടുകൾ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഹിമാലയത്തിന്റെ സ്തൂപികാഗ്ര വനം കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇവിടത്തെ വന്യജീവി സമ്പത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നമാണ്. അപ്പൊ നമുക്കറിയാം അവിടെ ഒരുപാട് വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശമായതിനാൽ വന്യജീവികൾ ഒരുപാട് കാണും, അല്ലെ? അപ്പൊ അവിടെയുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രങ്ങളാണ് ഇവിടെ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ഹിമാലയൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? യാക്കുണ്ട്, അതുപോലെ
അതുപോലെ തന്നെ കസ്തൂരി മാനുണ്ട്, അതുപോലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമുണ്ട്, ഹിമപ്പുലിയുണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള വന്യജീവി വർഗം എന്ന് ഓർത്തുവെക്കുക. അതുപോലെ ജൈവമണ്ഡല റിസർവുകൾ അല്ലെങ്കിൽ ബയോസ്ഫിയർ റിസർവ്, ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? അതായത് ജൈവമണ്ഡല റിസർവുകളുണ്ട്, ദേശീയോദ്യാനങ്ങളുണ്ട്, വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഇതൊക്കെ ഈ മേഖലയുടെ സവിശേഷതകളാണ് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഇവിടത്തെ പ്രധാന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡച്ചിഗാം, അതായത് ജമ്മു കാശ്മീരിൽ ഒരു പ്രധാന ദേശീയോദ്യാനമുണ്ട്. അതുപോലെ ഹെമിസ് എവിടെയാണ്? ലഡാക്കിലാണ്, അവിടെ ഒരു ദേശീയോദ്യാനമുണ്ട്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. എന്താണ് പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നത്? ഉത്തരാഖണ്ഡ്. ഇതെവിടെയാണ്? പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ്. കോർബറ്റ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്, ഇവിടെയും ദേശീയോദ്യാനമുണ്ട്. അതുപോലെ രാജാജി ദേശീയോദ്യാനം, അതും ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ 3 ദേശീയോദ്യാനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി ദേശീയോദ്യാനം. ഇതൊക്കെയാണ് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് ഓർത്തുവെക്കുക. കിഴക്കൻ ഹിമാലയത്തിൽ നോക്കുകയാണെങ്കിൽ കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമാണ്. കാഞ്ചൻജംഗ സിക്കിമാണ്, അവിടെ ഒരു ഉദ്യാനമുണ്ട്. അതുപോലെ ദിബ്രു സൈക്കോവ എന്ന് പറയുന്നത് അസമിലാണ്. എവിടെയാണ്? ദിബ്രു സൈക്കോവ അസമിലാണ്. അതുപോലെ കാസിരംഗ എന്ന് പറയുന്നതും അസമിലാണ്. മാനസ് എന്ന് പറയുന്നത് അസമിലാണ്. അപ്പോൾ ഈ 3 സ്ഥലത്തും, അതായത് അസമില് ദിബ്രു സൈക്കോവ, കാസിരംഗ, മാനസ് എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിലും ദേശീയോദ്യാനങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ കെയ്ബൂൾ ലെംചാവോ എന്ന് പറയുന്നത് എവിടെയാണ്? മണിപ്പൂർ ആണ്. എവിടെയാണ്? കെയ്ബൂൾ ലെംചാവോ എന്ന് പറയുന്നത് മണിപ്പൂർ ആണ്, ഇവിടെയും ദേശീയോദ്യാനമുണ്ട്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിലുള്ള ദേശീയോദ്യാനങ്ങളും കിഴക്കൻ ഹിമാലയത്തിലെ ദേശീയോദ്യാനങ്ങളും വായിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം കൃഷി എന്ന് പറയുന്നത് എങ്ങനെയാണ് അവിടെയുള്ള കൃഷി. അതായത് ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന വളരെ കുറവായിരിക്കും. അതായത് ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. ഈ പ്രതികൂല ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് കൃഷി ഇവിടെ താരതമ്യേന നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികളിൽ ഏർപ്പെടുന്നു. ഏതൊക്കെയാണ്? പർവ്വത ചരിവുകളെ അവരെന്താക്കും? തട്ടുകളാക്കി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ അവർ കൃഷി ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്ത് ഇവർ തട്ട് തിരിച്ചാണ് കൃഷി നടത്തുന്നതെന്ന് ഓർത്തുവെക്കുക. അതുപോലെ ഹിമാലയ പർവ്വതത്തിന്റെ പർവ്വത ചരിവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലയിൽ തേയില കൃഷിയാണ് കൂടുതലായി ഉള്ളത്. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിൽ കൂടുതലായി കാണപ്പെടുന്ന കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അതായത് എവിടേക്കാണ്? അസമിലും ഡാർജിലിംഗിലുമാണ് കൂടുതലായി തേയില കൃഷിയാണ് ഇവിടെ നടത്തുന്നത്. അതുപോലെ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷി രീതികളും പിന്തുടരുന്നവരാണ്. എവിടെയാണ്? വടക്കു കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിലാണ് ഗോത്രജനത സ്ഥാനമാറ്റ കൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നടത്തുന്നത് എന്ന് ഓർത്തുവെക്കുക. ഇത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിതോഷ്ണ പഴവർഗ്ഗങ്ങളെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ ഇവിടെ ഒരു ആപ്പിൾ തോട്ടം കൊടുത്തിട്ടുണ്ട്. അടുത്ത അവിടുത്തെ ഹിമാലയത്തിലെ എങ്ങനെയാണ് മൃഗപരിപാലനം എന്ന് നോക്കാം. അതായത് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് ഏത്? മൃഗപരിപാലനം എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ്? പ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ എന്ത് ചെയ്യുന്നു? മാറ്റം വരുന്നതിനാൽ വളർത്തു മൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. എല്ലാ മൃഗങ്ങളും അവിടെ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. ഒരു ഇനത്തിലുള്ള മൃഗങ്ങളാണ് അവർ വളർത്തുന്നത്. അതായത് താഴ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിലാണെങ്കിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയവയും, ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയൊക്കെയാണ് വളർത്തുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗത്തെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗുജ്ജർ. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗത്തെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഗുജ്ജർ എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ
ഇതൊക്കെയാണ് ഇവിടത്തെ മൃഗപരിപാലനം അല്ലെങ്കിൽ മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഏതാണ്. അതുപോലെ തന്നെ ഈ ഗുജ്ജർ എന്ന് പറയുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗുജ്ജർ ജനവിഭാഗത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ടൂറിസത്തെ കുറിച്ചാണ്. അവിടുത്തെ ടൂറിസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയാണ്. അതുപോലെ തന്നെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലയിലെ ടൂറിസം വികാസത്തിന് തുടക്കമിട്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തൊക്കെയാണുള്ളത്. കൈലാസമുണ്ട്, മാനസ സരോവരമുണ്ട്, അമർനാഥ് ഉണ്ട്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ എവിടെയാണ്? ഈ ഹിമാലയ പ്രദേശങ്ങളിലാണ്. അപ്പോൾ ഹിമാലയ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കൈലാസം, അതുപോലെ മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളെന്ന് ഓർത്തുവെക്കുക. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടങ്ങളിലേക്ക് എന്ത് ചെയ്തിരുന്നു? സഞ്ചാരികളൊക്കെ എത്തിയിരുന്നു. അതുപോലെ 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇവിടങ്ങളിൽ അവരെന്ത് ചെയ്തു? സുഖവാസ കേന്ദ്രങ്ങളൊക്കെ വികസിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ടൂറിസം വികസനത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നതും ആ ഒരു ടൈമിലാണ്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഹിമാലയത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയാണ്? ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, അതുപോലെ മുസോറി, നൈനിറ്റാൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇവിടെ ഇന്നും പ്രസിദ്ധമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അതുപോലെ തന്നെ 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ 3ാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിപ്പിച്ചത്. അപ്പോൾ 1953 മെയ് 29 അതായത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ 2 പേര് ആരൊക്കെയാണ്? ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരി. ആരൊക്കെയാണ്? ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയുമാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് പർവ്വത ആരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദ സഞ്ചാര മേഖലയും ഏറെ ഇവിടെ വികസിച്ചിട്ടുണ്ട് എന്നും ഓർത്തുവെക്കുക. അടുത്തത് ടെൻസിംഗ് നോർഗെ എന്ന് പറയുന്നത്, അതായത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. ഇത് പുറം ലോകത്തേക്കുള്ള കവാടങ്ങളാണ്, പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണെന്ന് പറഞ്ഞത് ആരാണ്? ടെൻസിംഗ് നോർഗെയാണ്. ഈ കോഴ്സ് ഓർത്തുവെക്കുക. അതുപോലെ ഹിമാലയ പർവ്വത ഒരു പ്രതിബന്ധം അല്ല, പകരം പുറം ലോകത്തിലേക്ക് തുറന്നിട്ട കവാടമാണ്. പുതിയ അറിവിന്റെയും അതിജീവനത്തിന്റെയും അനുരൂപീകരണത്തിന്റെയും പാതകളിലേക്ക് തുറന്നിട്ട വാതിലുകളാണ് ഹിമാലയം എന്നാണ് നമ്മുടെ നോർഗെ പറഞ്ഞത്. അപ്പൊ ഈ കോഴ്സ് ഓർത്തു വെക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ടെൻസിംഗ് നോർഗെയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടൂറിസം പഠിച്ചു, മൃഗപരിപാലനം പഠിച്ചു, കൃഷി പഠിച്ചു, പിന്നെ വന്യജീവി സമ്പത്തിനെ കുറിച്ച് പഠിച്ചു, സസ്യജാലങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നല്ലപോലെ ഈ ചാപ്റ്റർ വായിച്ചു വെക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽ. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.